കേരളം കാത്തിരുന്ന ആ തിരിച്ചുവരവ് അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 ഔദ്യോഗിക ട്രെയിലർ പുറത്തുവന്നു. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും ഒരു വലിയ ചുഴിയിലേക്ക് വീഴാൻ പോകുകയാണോ? ഈ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രെയിലറിൽ പറയുന്നതുപോലെ ജോർജ് കുട്ടി ഇപ്പോൾ വെറുമൊരു സിനിമാക്കാരനല്ല. പോലീസിനും കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും അയാളെ അറിയാം. അയാളൊരു കില്ലാടിയാണ് എന്ന ഡയലോഗ് തന്നെ ജോർജ് കുട്ടിയുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ജീത്തു ജോസഫ് ഒരു മികച്ച ത്രില്ലർ തന്നെയാണ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന് ട്രെയിലറിലെ ഓരോ ഫ്രെയിമും പറയുന്നു. ഇത്തവണ പോലീസ് മാത്രമല്ല, ഒരു വലിയ മീഡിയ ഇൻവെസ്റ്റിഗേഷൻ കൂടി ജോർജ് കുട്ടിയെ പിന്തുടരുന്നുണ്ട് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. പിന്നെ ആ ആസിഡിനെക്കുറിച്ചുള്ള കാര്യം അതെന്തായിരിക്കും? ജോർജ് കുട്ടിയുടെ മക്കൾ അയാളെ ഒരു ക്രിമിനലായി കാണുമെന്ന് അയാൾ ഭയക്കുന്നുണ്ടോ? ട്രെയിലറിലെ സസ്പെൻസ് വളരെ മികച്ച രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ട്രെയിലറിലെ കളർ ഗ്രേഡിംഗും പശ്ചാത്തല സംഗീതവും വളരെ ഗംഭീരമാണ്. ജോർജ് കുട്ടിയുടെ ആ നടത്തവും അവസാനം ചോദിക്കുന്ന കഴിഞ്ഞോ എന്ന ആ ചോദ്യവും രോമാഞ്ചം തരുന്നതാണ്. മെയ് 21 ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യും. ഇത്തവണ ജോർജ് കുട്ടി രക്ഷപ്പെടുമോ അതോ പോലീസിന്റെ വലയിൽ അകപ്പെടുമോ? നിങ്ങൾക്ക് ട്രെയിലറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സ്പോട്ട് ടോക്സ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.